അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ്. അപ്പം ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം കോഴിമുട്ട എടുക്കാനായിട്ട്. ഈ കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം 1/4 കപ്പ് നല്ല കട്ടിയുള്ള അധികം പുളിപ്പില്ലാത്ത തൈര് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടു. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒരുമിച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടില്ല. കുറച്ച് കുറച്ചിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ബാക്കിയുള്ള മുഴുവൻ പഞ്ചസാരയും അങ്ങ് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയില്ലേ, അതൊരു നോർമൽ നല്ല മധുരമൊക്കെ വേണമെന്നുള്ളവർക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുക്കാവുന്നതാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റെങ്കിലും ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു ക്രീം പരുവത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ള കളറൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. 250 ml അളവ് കപ്പിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കണം ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത്. ഇതും കൂടെ ചേർത്ത് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇപ്പം മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ കേക്കിന് മുന്നിട്ട് നിൽക്കുന്നത്. ചേർത്ത് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ കേക്കിന് നല്ലൊരു മണം കിട്ടുന്നതിനും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിൾ എസൻസിന് പകരം ഏത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്നും എസൻസ് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് 2 ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്താലും മതി. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ആയിരിക്കും. പൈനാപ്പിൾ എസൻസിന് പകരം ലെമൺ എസൻസ് കിട്ടും, അപ്പോൾ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ കുത്തി നിറച്ചെടുക്കരുത്, ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ബേക്കിംഗ് പൗഡറിൻ്റെ വെള്ളമായിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കേക്കിന് ഉണ്ടാവുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ എടുക്കുമ്പോഴും ഇതുപോലെ ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. മൈദ മുഴുവനും ഇട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ച് വീതം ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം ബാക്കിയെല്ലാം എടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മൈദ ഫുള്ളായിട്ട് ഇടരുത്, ഇതുപോലെ കുറച്ച് കുറച്ച് വീതം ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാക്കി മൈദ മുഴുവനും ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ കുറച്ച് കട്ടിക്കല്ലേ മാവ് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലിരിക്കുന്ന പാലാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. തണുപ്പുള്ള പാൽ ഒഴിക്കരുത്, അല്ലെങ്കിൽ പാൽ തിളപ്പിച്ച് ചൂട് മാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. ഞാനിപ്പോൾ 1/4 കപ്പ് പാൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല, കുറച്ച് കുറച്ച് വീതം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ 1/4 കപ്പ് പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ബ്രാൻഡ് മൈദയ്ക്കനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പരുവത്തിൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടി പോകരുത്, 2 നുള്ളു ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യാറാക്കാൻ പോകുന്നത് ട്യൂട്ടി ഫ്രൂട്ടി കേക്കാണ്. അതുകൊണ്ട് നമുക്കിതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടി ആവശ്യമുണ്ട്. 3 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മൈദ ഇട്ട് മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നേരിട്ട് ട്യൂട്ടി ഫ്രൂട്ടി ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കി വരുന്ന സമയത്ത് ഇത് മുഴുവനും താഴെ പോയി അടിഞ്ഞു കിടക്കും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കുക, എന്തെങ്കിലും ചെയ്യുക. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള കേക്കും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൽ ട്യൂട്ടി ഫ്രൂട്ടി ചേർത്തുകൊണ്ട് ട്യൂട്ടി ഫ്രൂട്ടി കേക്കാവും. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുപോലത്തെ ചായയൊക്കെ കുടിക്കുന്ന ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ കപ്പാണ്. ഈ കപ്പ് വേണം നിർബന്ധമൊന്നുമില്ല, സ്റ്റീലിന്റെ ഗ്ലാസ് ആയാലും മതി. ഇനി ഗ്ലാസ്സിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഗ്ലാസ്സിലും എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഗ്ലാസ്സിലും എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഓരോ ഗ്ലാസ്സിലും കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. കുറച്ച് മൈദ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടിക്കുടഞ്ഞെടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും മൈദ തട്ടിക്കുടഞ്ഞ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് അങ്ങ് തട്ടിക്കുടഞ്ഞ് മാറ്റും. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 6 ഗ്ലാസ്സിലും മൈദ ഇട്ട് ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കലക്കി എടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഗ്ലാസിന്റെ പകുതി ഭാഗം മാത്രമേ ഈ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. മുഴുവൻ ഫുള്ളായിട്ട് ഒഴിക്കരുത്. അതുപോലെ തന്നെ 1/4 ഭാഗം ഒഴിക്കരുത്. ഒരു 1/2 ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അപ്പൊ ഗ്ലാസിന്റെ 1/2 ഭാഗത്തോളം ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ 1/2 ഭാഗത്തോളം ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്ലാസിന്റെ കപ്പാണ്. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നില്ല. ട്യൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബദാമോ കശുവണ്ടിയോ എന്തെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് ഇതാ കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് വലുപ്പമുള്ള ഒരു അലുമിനിയം പാത്രമാണ് ഇതാ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡോ അല്ലെങ്കിൽ റിങ്ങോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. പകരം ഏതെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി പാത്രം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാത്രം നല്ലോണം എന്താ ചൂടായിട്ടുണ്ട്. നല്ലതുപോലെ പാത്രം ചൂടാവണം. നമ്മളെ ബാറ്റർ നിറച്ച ഗ്ലാസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം. ഫ്ലെയിം അങ്ങ് കുറച്ചും വെക്കരുത്, കൂടിയും വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആവാത്തത് കൊണ്ട് ഒരു 5 മിനിറ്റും കൂടെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്ന് ഒന്ന് തുറന്ന് നോക്കാം. പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇതിന്റെ നടുഭാഗത്തായിട്ട് ഫുള്ളായിട്ട് അങ്ങ് കുത്തി നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ടൂത്ത് പിക്ക് ഇത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ട്, അഥവാ മാവ് ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മൂടി വെച്ചിട്ട് 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. പുറത്തെടുത്ത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പാത്രം നല്ല ചൂടാണ്. ഇതുപോലെ പുറത്തെടുത്ത് നമുക്ക് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ കേക്കിന്റെ ചൂടൊക്കെ നല്ലവണ്ണം ഇതാ മാറിയിട്ടുണ്ട്. ഇനി ഈ കേക്കിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. വിടിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇതാ വിട്ട് വന്നിട്ടുണ്ട്. കമഴ്ത്തിയിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടില് ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വീട്ടിൽ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓവനോ കേക്ക് മോൾഡോ കേക്ക് ടിന്നോ ഒന്നും തന്നെ ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല പഞ്ഞി കെട്ടുപോലെ ഇരിപ്പുണ്ട്. ഇനി ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലായിടത്തും ഇത് നല്ലോണം സ്പ്രെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്